ശ്രീ ശ്രീ രവിശങ്കർജി, നമ്മുടെ എല്ലാം ഗുരുദേവനായിട്ടുള്ള ശ്രീ ശ്രീ രവിശങ്കർജി പറയാറുണ്ട്, ലെറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, എല്ലാത്തിനെയും വിടുക എന്ന് പറയാറുണ്ട്. അതിനെ ഒന്ന് അനുഭവത്തില്, അങ്ങയുടേതായിട്ടുള്ള അനുഭവത്തിൽ ഒന്ന് വിശദീകരിക്കാമോ? ഞാനൊരു ചെറിയ ഉദാഹരണത്തിൽ പറയാം. ഇപ്പൊ ഈ ഒരു മഗ് നമുക്കിങ്ങനെ എടുത്തിട്ട് ഉയർത്തിയിട്ട് താഴെ വെക്കാനും ബുദ്ധിമുട്ടില്ല, കുറച്ചു നേരം പിടിച്ചോണ്ട് വെക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത് ഒരുപാട് സമയം ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടിരുന്നാൽ കൈ വേദനിക്കാൻ തുടങ്ങും, അല്ലേ? ശരിയല്ലേ? ഇതൊരു 1 മണിക്കൂർ, 2 മണിക്കൂർ, 10 മണിക്കൂറൊക്കെ പിടിച്ചോണ്ടിരുന്നാൽ കൈ പിന്നെ അനക്കാൻ പറ്റാത്തത്ര വേദനയായിട്ട് മാറും. പക്ഷെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ വേദനയിൽ നിന്ന് ഫ്രീ ആവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ മൈൻഡില് ചില വേദനകൾ, ചില പ്രശ്നങ്ങൾ, ചില സംഭവങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ, അത് നമ്മൾ ഈ ഫിസിക്കലി ഹോൾഡ് ചെയ്യണത് പോലെ നമ്മൾ മെന്റലി ഹോൾഡ് ചെയ്യാറുണ്ട്. മെന്റലി ഹോൾഡ് ചെയ്യണതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ മെന്റലി ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാസ്റ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ അതിനെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫിസിക്കലി ഒരു കാര്യം ഡ്രോപ്പ് ചെയ്യുക, അത് മെന്റലി ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ ഈ ലെറ്റ് ഗോ എന്ന് പറയുന്നത്. കാരണം അത് എന്നാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ പണ്ടെങ്ങോ സംഭവിച്ച ചില കാര്യങ്ങൾ, പണ്ട് ആരോ പറഞ്ഞ ചില കാര്യങ്ങൾ, പണ്ട് ആരോ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ, ഇതൊക്കെ ആലോചിച്ച് തീർക്കാനുള്ളതല്ലല്ലോ ജീവിതം. ജീവിതം കണ്ടില്ലേ, 2024 കഴിഞ്ഞ് കലണ്ടർ 2025 പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും പഴയ ഓർമ്മകളും പഴയ വേദനിപ്പിക്കുന്ന കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് നമ്മുടെ ജീവിതം ഇപ്പോഴും ഏതോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ കുടുങ്ങി നിൽക്കേണ്ടല്ലോ നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം വളരെ കളർഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലെറ്റ് ഗോ ഒരു ആവശ്യമാണ്. നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു തുടക്കം. നമ്മളെപ്പോഴും പറയും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? നമ്മുടെ മനസ്സിൽ ഇത്തരം ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകളും കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഫ്രഷ് സ്റ്റാർട്ട് നടക്കില്ല. അപ്പൊ ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ മെന്റലി ആണ് നമ്മൾ ഫ്രഷ് ആവേണ്ടത്, ഫിസിക്കലി മാത്രമല്ല. അപ്പൊ അവിടെയാണ് ഈ പഴയ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കാനുള്ള നമ്മളുടെ ഒരു കഴിവ് കൂടി നമുക്ക് ആവശ്യമാണ്. വളരെ മനോഹരമായിട്ട്, വളരെ സിമ്പിൾ വാക്കുകളിലാണ് സജീജി എല്ലാം വിവരിക്കുന്നത്. അതാണ് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഏറ്റവും ലളിതമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അങ്ങ് എല്ലാം അവതരിപ്പിക്കുന്നത്. ഒരുപാട് നന്ദി. അടുത്ത ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. whatever you resist will persist. എപ്പോഴും ശ്രീ രവിശങ്കർജി ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ആചാര്യനായിട്ടുള്ള നമ്മുടെ ഗുരുനാഥൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്താണോ പിടിച്ചു വെക്കുന്നത് അത് അവിടെ തന്നെ നിലനിൽക്കും. അതിനെ അങ്ങയുടേതായിട്ടുള്ള ഒരു വിവരണം നൽകാമോ? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞൊരു വിഷയം തന്നെയാണ് അത്. അതായത് നമ്മളൊരു കാര്യം ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോ, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു വെക്കുമ്പോ അത് കൂടുതൽ വളരാനാണ് തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് വിട്ടുകളയുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുള്ളൂ. അല്ല അയ്യോ അത് വേണ്ട. ചില ആൾക്കാരുണ്ടല്ലോ, ഞാൻ ദുഃഖിക്കാൻ പാടില്ല എന്നിട്ട് കരയാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഈ നമ്മള് കരയേണ്ട സമയത്ത് അങ്ങോട്ട് കരഞ്ഞു തീർക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് അയ്യോ ഞാൻ ദുഃഖിക്കാൻ പാടില്ല, ഞാൻ കരയാൻ പാടില്ല, ഞാൻ വിഷമിക്കാൻ പാടില്ല. ഈ വിഷമിക്കാൻ പാടില്ല എന്നുള്ളതല്ല അവിടെ ഒരു സൊല്യൂഷൻ. വിഷമിക്കേണ്ട സമയത്ത് വിഷമിച്ച് തീർക്കണം, കരയേണ്ട സമയത്ത് കരഞ്ഞങ്ങോട്ട് തീർത്തോളണം. ഈ കുട്ടികൾ കണ്ടിട്ടില്ലേ, അവർക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അവർ നല്ലോണം കരയും, ഇടിച്ച് നിലവിളിച്ച് കരയും, ചിലപ്പോൾ നിലത്ത് കിടന്ന് ഉരുണ്ട് കരയും. കരഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ കവിളിൽ നിന്ന് പോകുന്നതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ കണ്ണുനീര് കവിളത്തുള്ളപ്പോ തന്നെ അവർക്ക് പൊട്ടിച്ചിരിക്കാനും സാധിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കരഞ്ഞ കാര്യം ഓർത്തിട്ട് വിഷമിക്കാത്തതുകൊണ്ടാണ്. അല്ലേ? കറക്റ്റ് അല്ലേ സാർ? നമ്മളിങ്ങനെയാണെന്നറിയോ, നമ്മളുടെ വിഷമമൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി എല്ലാം റെസിസ്റ്റ് ചെയ്ത് അതിനെ കൂടുതൽ വളരാനാണ് നമ്മൾ അനുവദിക്കുന്നത്. ഇല്ലേ? കറക്റ്റ് അല്ലേ? നമ്മൾ അതിനൊന്നും കൂടുതൽ വളരാൻ അനുവദിക്കരുത്. നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. സപ്രസ് ചെയ്യല്ല വേണ്ടത്. ലൈഫിൽ പലതും എക്സ്പ്രസ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ പലപ്പോഴും കാണുന്നത്, ഞാൻ പലപ്പോഴും നമ്മളുടെ ഒരു സ്വഭാവം കാണുന്നത്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവം കാണുന്നത്, നമ്മൾ അധികം ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത കൂട്ടത്തിലാണ്. നമ്മൾ പലപ്പോഴും സ്നേഹം എക്സ്പ്രസ് ചെയ്യാറില്ല, ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാറില്ല, ദേഷ്യവും ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാറില്ല. എല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ നമ്മള് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടത്തെ എക്സ്പ്രസ് ചെയ്യണം. അല്ലേ? നമ്മുടെ ഒരു വ്യക്തി നല്ലത് പറഞ്ഞാൽ അതിന് കോംപ്ലിമെന്റ് ചെയ്യാൻ പോലും അതെ അത് നന്നായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ കുട്ടികള്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് കെട്ടിപ്പിടിക്കുക. ഇങ്ങനെ നമ്മുടെ സ്വന്തം ഫാമിലിനെ ചെയ്യാത്ത ആൾക്കാരുണ്ട്. സ്വന്തം ഫാമിലിനോട് പോലും ആ ലവ് എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ എന്തൊരു കഷ്ടമാണ്. ഞാനെപ്പോഴും ഭയങ്കര വിഷമത്തോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമുണ്ട്.
അതായത് അമ്മ ജീവിച്ചിരുന്ന കാലത്ത് ഞാനിങ്ങനെ സോഫയിൽ ഇരുന്ന് എന്തെങ്കിലും വായിക്കുകയും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ സൈഡിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ മസാജ് ചെയ്യും കൈ കൊണ്ട്. അപ്പോ നമുക്ക് ചിലപ്പോ ഈ നമ്മൾ ഫോൺ നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ശ്രദ്ധയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊരു ചെറിയ ഇറിറ്റേഷൻ പോലെ തോന്നിയിട്ട് വേണ്ടെന്നൊന്നും നമ്മൾ പറയില്ലെങ്കിൽ നമ്മൾ പതിയെ ദൂരത്തേക്ക് ഇങ്ങനെ മാറി നിൽക്കും അമ്മനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ ഞാൻ അമ്മ ഇല്ല എന്റെ കൂടെ. ഇപ്പൊ പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ലോകത്തെ എന്ത് നൽകാൻ തയ്യാറാണ് ആ ഒരു കൈയുടെ ഒരു ചെറിയ സ്പർശനം കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മളുടെ മാതാപിതാക്കളെ നമ്മളെ ഒന്ന് തൊടാനും ഒന്ന് താലോടാനും ഒക്കെ ഒന്ന് അനുവദിക്കണം. നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനെ ഒന്ന് അനുവദിക്കണം. നമ്മൾ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ പുതിയ തലമുറയെ അങ്ങോട്ട് എന്തൊക്കെയോ പഠിപ്പിച്ചു വെച്ചിട്ട്, ഇതൊന്നും പഠിപ്പിക്കേണ്ടെന്നല്ല പറയുന്നത്, ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് പഠിപ്പിച്ച് അവസാനം ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഞാന് എപ്പോഴും ഗുരുജിയെ കാണാൻ ബാംഗ്ലൂരിൽ പോണത് ഒറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ ഹഗ് ഉണ്ട് അദ്ദേഹത്തിന്റെ, അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ സകല പ്രശ്നം അവിടെ തീരും. അപ്പൊ തീരും, നമുക്ക് എല്ലാ പ്രശ്നവും അവിടെ തീരും. അത് ആ ഒരു മാജിക് ഉണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാര്, നമ്മൾ ആദരിക്കുന്ന ആൾക്കാര്, നമ്മളുടെ ഒരു കരുതലോട് കൂടിയിട്ടുള്ള ഒരു സ്പർശനം ഉണ്ടല്ലോ, ഒരു ദുരുദ്ദേശം ഇല്ലാത്ത വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്പർശനം. ആ സ്പർശനം തരുന്ന ഒരു മാജിക് ഉണ്ട്, ഇല്ലേ? കറക്റ്റ് അല്ലേ സർ? അതൊക്കെ നമുക്ക് ഇന്നത്തെ തലമുറക്ക് നഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യമില്ലാത്ത കുറെ ഇൻഫോർമേഷൻസ് കയറിയിട്ട്. അത് തന്നെയാണ് ഗുരുജി ഉദ്ദേശിക്കുന്നത് അല്ലെ? വാട്ട് എവർ യു റെസിസ്റ്റ് വിൽ അതെ പെർസിസ്റ്റ്. അതെ അതെ, നമ്മളെല്ലാം എക്സ്പ്രസ് ചെയ്യേണ്ട ആൾക്കാരാണ്. അതിനൊരു മര്യാദ ഉണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു മര്യാദ ഉണ്ട്. എന്നാലും നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. കാരണം നമ്മള് എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവില്ലല്ലോ. ഓരോരുത്തരും ഓരോ വഴിക്കാവുന്ന ഒരു കാലം വരും, ചിലർ ഓർമ്മയാവുന്ന ഒരു കാലം വരും. അപ്പൊ നമുക്ക് തോന്നും, കുറേം കൂടി സ്നേഹിക്കാമായിരുന്നു. സ്നേഹിച്ചിട്ടുണ്ടാവും, കുറേം കൂടി സ്നേഹം പ്രകടിപ്പിക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നും, അല്ലേ? ശരിയല്ലേ? സ്നേഹിച്ചിട്ടൊക്കെ ഉണ്ടാവും, നമ്മളെല്ലാരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്കപ്പോ തോന്നും കുറച്ചും കൂടിയൊക്കെ സ്നേഹം എനിക്ക് എന്റെ പങ്കാളിയോട്, എനിക്ക് എന്റെ കുട്ടികളോട്, എനിക്ക് എന്റെ മാതാപിതാക്കളോട്, എനിക്ക് എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എനിക്ക് എന്റെ ഏറ്റവും ആത്മമിത്രങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളോട് കുറച്ചും കൂടിയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാമായിരുന്നു എന്നൊരു ചിന്ത നമുക്ക് വരും. ഉള്ളിലുണ്ടായിരുന്നിരിക്കും, പക്ഷെ അത് പ്രകടിപ്പിച്ചാലല്ലേ അറിയുള്ളൂ, അല്ലേ? ശരിയല്ലേ? നമ്മള് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികളെല്ലാം ഉച്ചയ്ക്ക് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് സലാം പറയുക, സ്നേഹം പ്രകടിപ്പിക്കുക, കെട്ടിപ്പിടിക്കുക. തമ്മിൽ കാണുമ്പോൾ തന്നെ അവരുടെ ആ സ്നേഹ പ്രകടനങ്ങൾ കാണണം. എത്ര മനോഹരം! നമ്മള് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു വികാരമാണ് അത് കേട്ടോ. അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സ്നേഹം മറ്റു ജനതകൾ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും, മലയാളികളെക്കാളും വളരെയധികം ആ ഒരു കാര്യത്തില് മുന്നിൽ നിൽക്കുന്ന ഒരു ജനത തന്നെയാണ്. അവരുടെ സ്നേഹം, ഐക്യം, അതെല്ലാം തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ. വളരെ ശരിയാണെന്ന് പറഞ്ഞത്. ഒരുപാട് നന്ദി സജീഷി.